നാടുകടത്തിയവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതിൽ അമേരിക്കയെ ആശങ്ക അറിയിക്കുമെന്ന് ഇന്ത്യ. ബദൽ മാർഗങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്യും. അടുത്തയാഴ്ചയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ അമേരിക്കയെ ആശങ്ക അറിയിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യക്കാരുടെ മോശം പെരുമാറ്റത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് അറിയിക്കുക. മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നാടുകടത്തൽ നടപ്പാക്കേണ്ടതെന്നും തിരിച്ചയക്കുന്നവരോട് മോശം പെരുമാറ്റം പാടില്ലെന്ന് അമേരിക്കയെ അറിയിക്കും. ഇപ്പോൾ നടപ്പാക്കുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമായ ഓപ്പറേഷൻ എന്നാണ് അമേരിക്ക അറിയിച്ചത്. അതുകൊണ്ടാണ് സൈനിക വിമാനം ഉപയോഗിച്ചത്. സൈനിക വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് നിലവിലെ ചട്ടപ്രകാരമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. It's a valid issue to raise and we continue to emphasize to US authorities that there should be no mistreatment of deportees, but this is a continuing exercise and conversation and we will continue to take up any instances of mistreatment that come to our attention. ബദൽ മാർഗങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്യും. എത്ര ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നതിൽ കൃത്യമായ വിവരമില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. എന്നാൽ അമേരിക്ക 487 പേരെ കൂടി തിരിച്ചയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 298 പേരുടെ വിവരം ഇന്ത്യക്ക് കൈമാറി. അതേസമയം സൈനിക വിമാനത്തിൽ നാടുകടത്തിയ സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കവേ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുന്ന വിമാനം ഇന്ത്യയിലിറക്കാൻ അനുമതി നൽകിയില്ലെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. മോദി ട്രംപ് കൂടിക്കാഴ്ച കഴിയുന്നവരെ ഇനിയൊരു തിരിച്ചയക്കൽ നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ ആവില്ലെന്നും അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായിട്ടല്ലെന്നുമായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം. മന്ത്രി ജയശങ്കർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയത് 2042 പേരെ. അമൃത ന്യൂസ്, ഡൽഹി.